ശ്ലീഹന്മാരുടെയും മറ്റു രക്തസാക്ഷികളുടെയും പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേരുപിടിച്ച സഭാതരു പടർന്നു പന്തലിച്ച് വിശുദ്ധിയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനെ അനുസ്മരിക്കുന്ന കൈത്താക്കാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധിയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തിയേക്കാവുന്ന ഒരു അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പിലേക്കും അതിനെ അതിജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളിലേക്കും നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്ന വചനഭാഗങ്ങളാണ് ഇന്നത്തേത്. സഭയുടെ വളർച്ചയ്ക്കും ആത്മീയ വിളവെടുപ്പിനും വിഘാതമായേക്കാവുന്ന, നമ്മുടെ ജീവിതം ഫലശൂന്യമാക്കിയേക്കാവുന്ന ആ അപകടം നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഭൗതികതയുടെ കടന്നുകയറ്റവും ദുരാശകൾക്ക് മുമ്പിലെ കീഴടങ്ങലുമാണ്. ആത്മീയതയെയും ഭൗതികതയെയും ഒരു നുകത്തിൽ ബന്ധിക്കാൻ ശ്രമിച്ചാൽ നിലനിൽക്കുന്ന ഫലം സാധ്യമാകില്ല. രണ്ട് സാധ്യതകൾ നമുക്ക് മുമ്പിലുള്ളതിനാൽ വിവേകപൂർണമായ ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. ഒന്നുകിൽ അധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൻ്റെതായി ജീവിക്കുക, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവത്തോടുള്ള സൗഹൃദത്തിൽ ജീവിക്കുക. വിശുദ്ധ ജോൺ ബോസ്കോ പറയുന്ന വാക്കുകളും ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: കാലുകൾ കൊണ്ട് ഭൂമിയിൽ നടക്കുക, ഹൃദയം കൊണ്ട് സ്വർഗത്തിലായിരിക്കുക. ഭൗതികത എന്ന ആ അപകടത്തെ തരണം ചെയ്യാൻ, ദുരാശകളെ ചെറുത്തു നിൽക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇന്നത്തെ വചനവായനകൾ നമുക്ക് നൽകുന്നുണ്ട്. ഭൗതികത എന്ന ആ അപകടത്തെ അതിജീവിക്കാനുള്ള ഒന്നാമത്തെ മാർഗനിർദ്ദേശം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗത്ത് നിന്നുള്ള ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്നുണ്ട്. അത് രക്ഷയുടെ പേടകമായ സഭയിൽ ഇടം കണ്ടെത്തുക എന്നതും തീക്ഷ്ണതയുള്ള ഒരു വിശ്വാസിയായി സഭയിൽ ജീവിക്കുക എന്നതുമാണ്. ഭൗതികതയുടെ അതിപ്രസരത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാൻ നിരന്തരമായ നവീകരണത്തിലൂടെ സഭ കടന്നു പോകേണ്ടതുണ്ട്. ആ നവീകരണം ആരംഭിക്കേണ്ടത് എന്നിലും നിങ്ങളിലും നിന്നുമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു വച്ചതുപോലെ, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കുക എന്ന്. ഭൗതികതയെ അതിജീവിക്കാനും ദുരാശകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാതിരിക്കാനുമുള്ള രണ്ടാമത്തെ മാർഗനിർദ്ദേശം ജെറമ്യാ പ്രവചനം 32-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവഭക്തിയുടെ നിക്ഷേപം വീണ്ടെടുക്കുക എന്നതാണ്. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്താണ് ദൈവഭക്തി. ദൈവഭക്തി ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നമ്മളെ കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കും. 2 ദിനവൃത്താന്തം 26:5 ജെറുസലേം രാജാവായിരുന്ന ഉസ്സിയായെക്കുറിച്ച് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ, കർത്താവിനെ അന്വേഷിക്കുന്ന കാലമത്രയും അവിടുന്ന് നിങ്ങൾക്ക് ഐശ്വര്യം നൽകും. എളിമയുടെ ലാളിത്യത്തിൻ്റെ സുവിശേഷം ജീവിക്കാൻ പഠിക്കണം. ഇതാണ് ഭൗതികതയെ തോൽപ്പിക്കാനുള്ള മൂന്നാമത്തെ വഴി. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗത്ത് നിന്നുള്ള വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു മാർഗത്തെക്കുറിച്ചാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഭൗതികതയുടെ അഴുക്കു പുരണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളുടെ ശുദ്ധീകരണം സാധ്യമാകുന്നത്. അപ്പോഴാണ് ഭൗതികതയെ അതിജീവിക്കാനുള്ള 4ാമത്തെ മാർഗത്തിലേക്ക് നമ്മുടെ ജീവിതം തുറക്കപ്പെടുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 20-ാം തിരുവചനം സൂചിപ്പിക്കുന്നത് പോലെ, അത് സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കാനുള്ള ആഗ്രഹവും അധ്വാനവുമാണ്. നമ്മുടെ ആത്മീയ ജീവിതം ഫലരഹിതമാകുന്നതിനും അതിലൂടെ സ്വർഗത്തിലെ നമ്മുടെ ബാലൻസ്
സീറോ ബാലൻസ് ആകുന്ന അപകടത്തിലേക്ക് നമ്മൾ നിബന്ധിക്കാതിരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഭൗതികതയുടെ കടന്നുകയറ്റത്തെ ചെറുത്തു നിൽക്കാനുള്ള മാർഗങ്ങൾ, രക്ഷയുടെ പേടകമായ സഭയിൽ ഇടം കണ്ടെത്തുക, തീക്ഷ്ണതയുള്ള വിശ്വാസിയായി ജീവിക്കുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഹൃദയത്തിലെ ദൈവഭക്തിയുടെ ആ നല്ല നിക്ഷേപം വീണ്ടെടുക്കുക, എളിമയുടെ ലാളിത്യത്തിൻ്റെ സുവിശേഷം ജീവിക്കാൻ തുടങ്ങുക, സ്വർഗത്തിൽ നല്ല നിക്ഷേപം സൂക്ഷിക്കുന്നതിനുള്ള അധ്വാനവും ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൻ്റെ കൈമുതലാക്കുക. അതിനായി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.